നമ്മളെ കളിയാക്കണവര് ഒരു സംസ്ഥാനത്തെ അവിടുത്തെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അവിടെ വേണ്ടത് പുനരധിവാസമാണ്, അതിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ്. അതെങ്ങനെ 2 മാസത്തിനുള്ളിൽ തീർക്കണത്? നമ്മളുടെ ഗ്രാന്റിനുള്ള അപേക്ഷ മുഴുവൻ തള്ളി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വായ്പ കൊടുക്കുന്ന പ്രശ്നമില്ല, ദുരിതാശ്വാസ നിധി നൽകുന്ന മുഴുവൻ ഗ്രാന്റാണ്. അങ്ങനെ വാരിക്കോരി ഗ്രാന്റ് ആന്ധ്രക്കും ഒക്കെ കൊടുത്തു, കേരളത്തിന് ഒരു പൈസ തന്നില്ല. അപ്പൊ അത് മോശമായി പോയെന്ന് ചോദിച്ചപ്പോ ഈ വർഷത്തെ ബഡ്ജറ്റിൽ സംസ്ഥാനങ്ങൾക്ക് മൂലധന ചെലവിന് വേണ്ടി ക്യാപിറ്റൽ വായ്പ നൽകുന്നതിന് ഉള്ള ഒരു സ്കീമുണ്ട്. 50 വർഷം കൊണ്ട് 50 വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി, പലിശയില്ല. ഇതൊരു ഉപായമാണ് കേട്ടോ, അതുണ്ട്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സംസ്ഥാനത്തോട് വായ്പ എടുക്കുന്നതിന് നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാരിന് വെക്കണമെങ്കിൽ കേന്ദ്രത്തിന് കടപ്പെട്ടിരിക്കണം, തിരിച്ചടവുണ്ടാവും. പക്ഷേ കഴിഞ്ഞൊരു 20 വർഷമായിട്ട് നമ്മുടെ പുതിയ പരിഷ്കാരങ്ങൾ ആരംഭിച്ച ശേഷം സംസ്ഥാനങ്ങളൊക്കെ നേരിട്ട് കമ്പോളത്തിൽ നിന്ന് വായ്പ എടുക്കുക. അതുകൊണ്ട് കേന്ദ്രത്തിനുള്ള കടബാധ്യതകളൊക്കെ അതുകൊണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സംസ്ഥാനങ്ങളെ വീണ്ടും കെട്ടിയിടണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് വായ്പ ഉണ്ടായിരിക്കണം. അപ്പൊ ഇനി ഏതെങ്കിലും സംസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞാലോ, അതുകൊണ്ട് പലിശ വേണ്ട, 50 വർഷം കഴിഞ്ഞ് നേരത്തെ തിരിച്ചടച്ച സ്വീകരിക്കില്ല. 50 വർഷം കഴിഞ്ഞ് 50 വർഷത്തേക്ക് സംസ്ഥാനങ്ങളെ കെട്ടിടാനുള്ള ഉപായമായിട്ടാണ് ഈ ക്യാപെക്സ് എന്ന് പറഞ്ഞ വായ്പ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ കേരളത്തിന് അല്ലെങ്കിലും കിട്ടേണ്ടതാണ്, ഇതിൽ നിന്ന് വിഹിതം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉള്ളതാണ്. ആ വിഹിതം എടുത്തിട്ട് 590 കോടി രൂപ വയനാട് റീഹാബിലിറ്റേഷന് ഉപയോഗിക്കാം, അത് 2 മാസത്തിനുള്ളിൽ. അവിടെ ഇരിക്കുന്നവരൊക്കെ ബുദ്ധിക്ക് ഞാൻ ആലോചിച്ചപ്പോ ഈ പണം കൊണ്ടുവന്ന് ട്രഷറിയിൽ ഇട്ടാൽ ട്രഷറി കിടക്കുമല്ലോ, അത് പിന്നെ ചെലവാകുമ്പോ റോഡിന്റെ ബില്ല് വരുമ്പോഴേ കൊടുക്കേണ്ടുള്ളൂ. അതുവരെ കേരള സർക്കാരിന് വല്ലതിനൊക്കെ ഉപയോഗിക്കാലോ, അത് തടയണം എങ്ങനെ? അപ്പൊ അവന്റെ തലയിൽ ഉദിച്ചതാണ് 2 മാസം കൊണ്ട് ചെലവഴിച്ചു വേണം, ട്രഷറിയിലിട്ട് വെക്കാൻ പാടില്ല. പക്ഷെ ഈ മണ്ടം മറന്നുപോയി, ഈ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമാണ്, കെട്ടിടമൊക്കെ റോഡും ഒക്കെ നിർമ്മിക്കാനുള്ള പണമാണ്. അതുകൊണ്ട് നമ്മളെ കളിയാക്കാൻ പോയതാ, പക്ഷെ അവന്മാരാണ് പരിഹാസ്യമായി തീർന്നിരിക്കുന്നത്. ഏതായാലും ന്യായവാദം നടത്തിയാലൊക്കെ തിരിച്ചറിയുമെന്ന് എനിക്കറിയത്തില്ല, അറിഞ്ഞു തന്നെ ചെയ്തിരിക്കുന്ന വേലയല്ലേ ഇത്. അതുകൊണ്ട് നല്ല സമരം വേണ്ടി വരും, ഉഷാറായിട്ടുള്ള സമരം വേണ്ടി വരും. കേന്ദ്രത്തെ കൊണ്ട് തിരുത്തിക്കണം.